കല്യാണം വരെ വിറ്റ ആളാണ് നയൻതാരയെന്നും മക്കളെ നോക്കാനുള്ള ആയമാരുമായാണ് നയൻതാര ലൊക്കേഷനിലേക്ക് എത്തുന്നതെന്നും അവർക്കുള്ള കാശ് നിർമ്മാതാക്കളാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് നയൻതാരയ്ക്കെതിരെ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് നിർമ്മാതാവും യൂട്യൂബറുമായ അന്തനൻ. കരിയറിനൊപ്പം തന്നെ കുടുംബജീവിതത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന താരമാണ് നടി നയൻതാര. മക്കൾ വന്നതിന് ശേഷം മക്കൾക്കൊപ്പമാണ് താരം ഏറെയും സമയം ചെലവഴിക്കാറുള്ളത്. നയൻതാര മക്കളെയും കൂട്ടി സിനിമാ ലൊക്കേഷനിലേക്ക് വരുന്നതിനെ ചുറ്റിപ്പറ്റിയുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഉയരുകയാണ്. മക്കൾ ജനിച്ചതോടെ അവരുടെ സംരക്ഷണത്തിനും മറ്റുമാണ് നടി പ്രാധാന്യം കൊടുക്കാറുള്ളത്. ആയതിനാൽ ലൊക്കേഷനിലാണെങ്കിലും അവരെ മാറ്റി നിർത്താൻ നടി ശ്രമിക്കാറില്ല. എന്നാൽ നടിക്കെതിരെ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് അന്തനൻ. നയൻതാരയെ സഹായിക്കുന്നതിന് മറ്റുമായി 8 പേര് നടിക്കൊപ്പം ഷൂട്ടിംഗ് സെറ്റിൽ വരാറുണ്ടെന്നും അവരുടെ ചിലവുകൾ നിർമ്മാതാക്കൾ വഹിക്കേണ്ടതായി വരുന്നതും മുൻപും പരാതി ഉയരുകയും വിമർശനങ്ങൾ നേരിടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മക്കളെ നോക്കാനും അവരുടെ ആയമാർക്കുമൊപ്പമാണ് നടി സെറ്റിലേക്ക് എത്തുന്നതെന്നും മാത്രമല്ല അവർക്കുള്ള കാശും ചിലവും നിർമ്മാതാക്കൾ കൊടുക്കണമെന്നാണ് നിയമമെന്നും അന്തനൻ ആരോപിക്കുന്നു. നയൻതാരയ്ക്കെതിരെ നിരന്തരം ആരോപണം ഉന്നയിക്കുന്ന ആളാണ് അന്തനൻ. നയൻതാര ഇപ്പോൾ ഷൂട്ടിംഗ് സെറ്റിൽ വരുന്നത് കുഞ്ഞുങ്ങളുടെ 2 ആയമാരുമായാണ്. അവർക്ക് നിർമ്മാതാക്കൾ കാശ് കൊടുക്കണം. അതിലെന്തെങ്കിലും ന്യായമുണ്ടോ എന്നാണ് നിർമ്മാതാവിന്റെ ചോദ്യം. കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി അവരെ നോക്കാൻ ആയയെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവർക്ക് കാശ് കൊടുക്കേണ്ടത് അവരല്ലേ എന്നും അല്ലാതെ നിർമ്മാതാക്കൾ അല്ലല്ലോ എന്നുമാണ് ഒരു തമിഴ് യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലൂടെ അന്തനൻ പറഞ്ഞത്. മാത്രമല്ല നടിയുടെ വിവാഹത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. നയൻതാര സ്വന്തം കല്യാണം വരെ വിറ്റ ആളാണെന്നും നെറ്റ്ഫ്ലിക്സിൽ വലിയൊരു തുകയ്ക്കാണ് അവരുടെ വിവാഹം വിറ്റതെന്നും അത്തരത്തിൽ എല്ലാത്തിനെയും വ്യാപാരമായി മാത്രം കാണുന്ന നിലയിലേക്ക് നയൻതാര എത്തിയെന്നും അന്തനൻ ആരോപിക്കുന്നു. വലിയൊരു വളർച്ചയിലെത്തിയ ആളാണെങ്കിലും നടിയുടെ ജീവിതം ഇപ്പോൾ റിവേഴ്സ് ഗിയറിലാണ്. ഇപ്പോൾ പടങ്ങളൊന്നും ഓടുന്നില്ല എന്നും നേരത്തെ 12 കോടിയാണ് നയൻതാര ഒരു സിനിമയ്ക്ക് വേണ്ടി വാങ്ങിയിരുന്നതെന്നും എന്തിനാണ് ഇത്ര വലിയ പ്രതിഫലം അവർക്ക് നൽകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം തുടരെ സിനിമകൾ പരാജയപ്പെടുകയാണല്ലേ എന്നും നിർമ്മാതാവ് കൂട്ടിച്ചേർത്തു. അതേസമയം മുൻപും നയൻതാരയുടെ പുതിയ നിബന്ധനകളെ കുറിച്ച് വിമർശിച്ചുകൊണ്ട് അന്തനൻ എത്തിയിട്ടുണ്ട്. സാധാരണ 9 മണിക്ക് സിനിമാ സെറ്റിൽ എത്താറുണ്ടായിരുന്ന നയൻതാര ഇപ്പോൾ തന്റെ പുതിയ ഡിമാൻഡ് പുറത്തു പറഞ്ഞിരിക്കുകയാണെന്നും ഇനി മുതൽ 11 മണിക്ക് മാത്രമേ തനിക്ക് ലൊക്കേഷനിൽ എത്താൻ സാധിക്കുമെന്നാണ് നയൻതാര അറിയിച്ചതെന്നും മാത്രമല്ല ഗ്ലാമർ വേഷങ്ങൾ, പ്രമോഷൻ തുടങ്ങിയവയിൽ ഒന്നും തന്നെ താൻ പങ്കെടുക്കില്ല എന്നും നയൻതാര അറിയിച്ചിട്ടുണ്ടെന്നും ഇനി മുതൽ പ്രതിഫലം എന്നത് 12 കോടിയാണെന്നും നയൻതാര അറിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് അന്തനൻ നയൻതാരയ്ക്കെതിരെ രംഗത്തെത്തിയത്. എന്നാൽ അടുത്ത കാലത്ത് ഇറങ്ങിയ നയൻതാരയുടെ സിനിമകളെല്ലാം തന്നെ വലിയ പരാജയം നേരിട്ടവയാണെന്നും ഇത്രയും പരാജയം നേരിട്ട ഒരു നടിയുടെ നിബന്ധനകൾ എന്തിനു അംഗീകരിക്കണമെന്നും അന്തനൻ ചോദിച്ചിരുന്നു. ചില സിനിമകളോട് നയൻതാര തന്നെ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം വീട്ടിൽ നിന്നും 20 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഷൂട്ടിംഗ് അനുവദിക്കുമെന്നും രാവിലെ 11 മണിക്ക് മാത്രമേ തനിക്ക് സെറ്റിലെത്താൻ സാധിക്കുമെന്നും നയൻതാര അറിയിച്ചിട്ടുണ്ടെന്നും പുറം നാടുകളിലും മറ്റും ഷൂട്ടിന് കുട്ടികളെയും കൂടെ കൊണ്ടുവരുമെന്നും കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ നിബന്ധനകളുമായി നയൻതാര എത്തിയിരിക്കുന്നതെന്നും ഒക്കെ അന്തനൻ വ്യക്തമാക്കിയിരുന്നു. അതേസമയം 2022 നയൻതാരയുടെയും വിഘ്നേഷ് ശിവന്റെയും വിവാഹം നടക്കുന്നത്. ഇതിനും വർഷങ്ങൾക്ക് മുമ്പ് താരങ്ങൾ രജിസ്റ്റർ വിവാഹം കഴിച്ചിരുന്നു. വിവാഹം കഴിഞ്ഞ് തൊട്ട് അടുത്ത മാസം സരോഗസിയിലൂടെ ഇരട്ട കുട്ടികളുടെ അമ്മയായി നയൻതാര മാറുകയും ചെയ്തു. ഇന്ന് മക്കൾക്കും ഭർത്താവ് വിഘ്നേഷ് ശിവനുമൊപ്പം സന്തുഷ്ടമായ ജീവിതം നയിക്കുകയാണ് നയൻതാര. അതേസമയം ജയറാമിന്റെ നായികയായി മനസ്സിനക്കരെ എന്ന സിനിമയിലൂടെ കരിയർ തുടങ്ങി ഇന്ന് തെന്നിന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ നായികമാരിൽ ഒരാളായി വളരുന്നതിലേക്ക് എത്തി. വലിയൊരു ആരാധക വൃന്ദം തന്നെ തമിഴ് സിനിമാ മേഖലയിൽ നയൻതാര സ്വന്തമാക്കിയിട്ടുണ്ട്. ശരത് കുമാർ നായകനായി എത്തിയ അയ്യ എന്ന ചിത്രത്തിലൂടെയായിരുന്നു തമിഴിൽ താരത്തിന്റെ തുടക്കം. പിന്നീട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട സാഹചര്യം നയൻതാരയ്ക്ക് ഉണ്ടായിട്ടില്ല. അത്രത്തോളം മികച്ച കഥാപാത്രങ്ങളായിരുന്നു തമിഴ് മേഖലയിൽ താരത്തിന് ലഭിച്ചത്. നായകന്മാർ മാത്രം അടക്കി വാണിരുന്ന കോളിവുഡ് ഇൻഡസ്ട്രിയിൽ നയൻതാര എന്ന ബ്രാൻഡിൽ മാത്രം സിനിമകൾ വിജയിക്കുമെന്ന സാഹചര്യം വരെ ഉണ്ടായി. സ്ത്രീ ശക്തമായ നിരവധി ചിത്രങ്ങളുടെ ഭാഗമായി മാറാൻ നയൻതാരയ്ക്ക് സാധിച്ചിട്ടുമുണ്ട്. ഓരോ ചിത്രങ്ങളും ഒന്നിനൊന്ന് മികച്ചതാക്കി വിജയത്തിന്റെ ഓരോ ചുവടുകളും നയൻതാര വളരെ പെട്ടെന്ന് തന്നെ കടന്നു എന്ന് പറയുന്നതാണ് സത്യം. വളരെ പെട്ടെന്ന് തന്നെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊരു സ്ഥാനവും തമിഴ് സിനിമാ ലോകത്ത് താരത്തിന് ലഭിച്ചു. ആദ്യകാലങ്ങളിൽ ഗ്ലാമർ വേഷങ്ങൾ ചെയ്യേണ്ടി വന്ന നയൻതാര പിന്നീട് അത്തരം വേഷങ്ങളിൽ അഭിനയിക്കുന്നില്ല എന്ന് ഉറച്ചു പറഞ്ഞു. ഇതിനിടയിൽ സ്വകാര്യ ജീവിതത്തെ ബാധിച്ചിട്ടുള്ള ചില ഗോസിപ്പുകളും വിവാദങ്ങളും പ്രണയങ്ങളും ഒക്കെ വന്നു. എന്നാൽ അതിനൊന്നും തന്നെ നയൻതാര എന്ന നടിയുടെ അർപ്പണബോധത്തെ തളർത്താൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ട് അഭിനയം പോലും നിർത്താൻ തീരുമാനിച്ച് നയൻതാര നിൽക്കുന്ന സമയത്താണ് സംവിധായകൻ വിഘ്നേഷ് ശിവനുമായി നയൻതാര പ്രണയത്തിലാകുന്നതും ആ പ്രണയം പിന്നീട് വർഷങ്ങൾ നീണ്ടുനിന്ന ബന്ധമായി മാറുന്നതും. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.